السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ലത്. ഒരു പുണ്യമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമല് നടന്ന ഒരു സദസ്സ. ബഹുനിരായ ഉസ്താദന്മാരൊക്കെ അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കൽ കറാഹത്താണ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കൽ തന്നെ കറാഹത്താണ്. കാരണം എന്തേ? പെട്ടെന്ന് ഭക്ഷണം കഴിക്കണോ, ആ സമയത്ത് നിസ്കരിക്കാൻ പോലും പാടില്ല. അപ്പൊ എല്ലാവരും വിവാഹത്തിന് വന്നു ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിരിക്കുമ്പോൾ പിന്നെ പ്രസംഗിക്കുന്നതെന്ന് ശരിയല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതാ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് വിവാഹമെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിന് ഒരുപാട് പേര്, പെണ്ണിന്റെ വീട്ടിൽ നിന്നും പയ്യന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പേര് വന്നു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലം എന്താ? എന്താണ് വിവാഹം? വിവാഹത്തിലൂടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? ആ മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഇപ്പൊ എല്ലാരും ചോദിക്കും, എന്തിനാ ഉസ്താദെ വിവാഹം കഴിക്കുന്നത്? ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാലോ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നതാ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 9 മണിക്ക് വീട്ടിൽ കയറണം. ഭാര്യ എപ്പോഴും ഇങ്ങനെ ചോദിക്കും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇങ്ങനെ സുഖിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്ത് നടക്കാലോ, അതല്ലേ നല്ലത് എന്ന് ചിന്തിക്കാറുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം എന്തിനാ കഴിക്കണേ, വിവാഹം കഴിച്ചാൽ എന്താ കിട്ടുക എന്ന് ചോദിക്കുന്നവരോട് മഹാനായ അബുൽ ബശർ ആദം നബി അലിഹിസ്സലാം, ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ഈ സദസ്സിലിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. കാരണം സ്വർഗം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറച്ചതാ. അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവൂല. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു കടത്തിവിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുകയാ. നിസ്കരിക്കണോ? വേണ്ട. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണോ? ഒന്നുമില്ല. എന്തു വേണമെങ്കിലും തിന്നാം, കഴിക്കാം, കുടിക്കാം, ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ആദം നബിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല, സ്വർഗത്തിലൂടെ നടന്നിട്ട് പോലും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു അത്ര, എന്റെ ആദവേ, എനിക്കൊരു സന്തോഷം ഇല്ലാത്തത്, ഈ സ്വർഗത്തിലൂടെ നടന്നിട്ട് പോലും നിനക്കൊരു സന്തോഷമില്ലാത്തത് എന്തേ? ആ സമയത്ത് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു അത്ര, പടച്ചോനെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സന്തോഷം ഇല്ല തമ്പുരാനെ. സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ല. എനിക്കൊരു കൂട്ടു വേണം തമ്പുരാനെ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, എവിടെ വെച്ച ആദം നബി പറഞ്ഞേ? സ്വർഗത്തിൽ വെച്ച്. ആ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നിട്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല പടച്ചവനെ, എനിക്കൊരു കൂട്ടു വേണമെന്ന് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഒരു ഇണയായി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോഴാണ്